2025 ഏപ്രിൽ 22-ാം തീയതി കശ്മീരിലെ പഹൽഗാമിലെ ബൈസരൻ വാലിയിലെത്തിയ സഞ്ചാരികൾക്ക് നേരെ പാക് ഭീകരവാദികൾ നിഷ്കരുണം വെടിയുതിർത്തു. 26 ജീവനുകളെടുത്ത അവർ ജീവനു വേണ്ടി അപേക്ഷിച്ച ഒരു സ്ത്രീയോട് ഇതെല്ലാം പോയി നിന്റെ പ്രധാനമന്ത്രിയോട് പറയാൻ പറഞ്ഞ് കാടുകളിലേക്ക് മറഞ്ഞു. ആരും അവരെ തിരിച്ചടിക്കാൻ പോകുന്നില്ലെന്ന ധൈര്യം അവർക്കുണ്ടായിരിക്കണം. എന്നാൽ കൃത്യം 14 ദിവസം കഴിഞ്ഞ് മെയ് 7-ന് പുലർച്ചെ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യയുടെ മിസൈലുകൾ ശരവേഗത്തിൽ പാഞ്ഞു. എന്നാൽ പാകിസ്ഥാൻ വെറുതെ ഇരുന്നില്ല. അന്ന് രാത്രിയോടെ തന്നെ 400ഓളം ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലെ 15 നഗരങ്ങളിലേക്ക് പാഞ്ഞെത്തി. ഇന്ത്യയുടെ S-400ഉം ആകാശ് മിസൈലുകളും അടങ്ങുന്ന വ്യോമ പ്രതിരോധം അവയെ ഒന്നിനെ പോലും നിലംതൊടിയിച്ചില്ല. പ്രതിരോധത്തിന് ശേഷം ഇന്ത്യ തിരിച്ചടിക്കാൻ തുടങ്ങി. ഏതാണ്ട് 50ഓളം Su-30 റഫാലെ തേജസ് വിമാനങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ലാഹോർ, കറാച്ചി അടക്കം 11 എയർബേസുകൾ ഇന്ത്യ തകർത്തു. പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ശേഖരമായ കിരാന ഹിൽസിൽ ബ്രഹ്മോസ് പതിച്ചു. പാകിസ്ഥാന്റെ 6 വിമാനങ്ങൾ തകർത്തു. INS വിക്രാന്ത് അടക്കം 36ഓളം വരുന്ന യുദ്ധക്കപ്പലുകൾ കറാച്ചിക്ക് 100 കിലോമീറ്റർ അടുത്ത് യുദ്ധകാഹളം മുഴക്കി. ഒടുവിൽ ഇന്ത്യയുടെ ശക്തി എന്തെന്നറിഞ്ഞ പാകിസ്ഥാൻ സ്വയം കീഴടങ്ങി വെടിനിർത്തലിനായി അപേക്ഷിച്ചു. 48 മണിക്കൂർ യുദ്ധം ഇന്ത്യ പഴയ ഇന്ത്യയല്ലെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിച്ചു.